ടിന്നി, ഈ ഭീകരന ഇപ്പോൾ നമ്മൾ നാട് അങ്ങേയറ്റം നടുങ്ങി, നമ്മളൊക്കെ കണ്ണീർ വാർത്ത വല്ലാത്ത സംഭവത്തിന് ശേഷം സമയം ഇപ്പോൾ ഇത്രയും ദിവസങ്ങളാകുന്നു. ഇപ്പോഴും നമുക്ക് ആ ഭീകരർ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പീർപ്പഞ്ചാൽ താങ്കൾക്ക് അറിയാവുന്ന മേഖലയായിരിക്കും. എന്റെ പിന്നിൽ കാണുന്ന മലനിരയ്ക്ക് അങ്ങേ അറ്റത്തുള്ള മലനിരയാണത്. അവിടെ CRPF ഒക്കെ വലിയ സൈനിക സാന്നിധ്യമുള്ള സ്ഥലവുമാണ്. എത്രത്തോളം പ്ലാൻഡ് ആണ് ഈ ഭീകരവാദികൾ എന്ന് തന്നെയല്ലേ നമ്മൾ ഇത്രത്തോളം തിരയുമ്പോഴും ആ ഭീകരവാദികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഡിന്നി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് സംശയമൊന്നുമില്ല. അവർ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളതെന്നും പ്ലാനിലൂടെ തന്നെയാണ് ഈ അവർ ടാർഗറ്റ് ചെയ്ത ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്തതും ആ സ്ഥലവും സമയവും എല്ലാം പ്ലാൻഡ് ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവർ ഏത് രീതിയിലാണ് ഐഡന്റിറ്റി കാർഡ് നോക്കി മതം നോക്കി ആളുകളെ തിരിച്ച് വധിച്ചിട്ടുള്ളത് എല്ലാം പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഇവിടെ കശ്മീരിലെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ടെററിസ്റ്റ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അവരെ ഒന്നീ കാട്ടിലോ അല്ലെങ്കിൽ അവർ ഈ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളോ എവിടെയെങ്കിലും ഒക്കെ വന്ന് അവരങ്ങ് സിവിലിയൻസ് ആയിട്ട് ചിലപ്പം അങ്ങ് മേർജ് ആവും, അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും കാട്ടിൽ തന്നെ നിൽക്കുകയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ശ്രീ ഹാഷ്മി തന്നെ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ ഈ അവിടുത്തെ സാധാരണക്കാർ ആളുകൾ ധാരാളം ഒരു 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 ദേഷ്യവും ഒരു വിഷമവും ഉണ്ട്. കാരണം അവരുടെ വയറ്റിലാണ് ഈ ആക്ച്വലി പറഞ്ഞ ഈ ടെററിസ്റ്റ് അടിച്ചത്. കാരണം നല്ല രീതിയിൽ ഇപ്പൊ ചാർദിൻകി ചാന്ദിനി ഫിർ അന്ധേരി എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ ഉദ്യോഗവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ തന്നെ അവിടുന്ന് പലരും എന്നെ വിളിച്ചിരുന്നു. അവരിൽ ആ ചെറുപ്പക്കാരൊക്കെ കുറെ പേരൊക്കെ EMI ലോണൊക്കെ എടുത്തിട്ടാണ് പുതിയ ബോട്ടും അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ EMI ഒക്കെ എങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോക്കൽ സപ്പോർട്ട് ഇന്നിപ്പോ അവർക്ക് കിട്ടാൻ ഒരു വിധത്തിലുമില്ല. അപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഈ ടെററിസ്റ്റ് എവിടെയാണെന്നും അവരെവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ അറിയാൻ ഒരു 2-3 ദിവസമായിട്ട് കഴിഞ്ഞ ഏകദേശം 5ഓളം ടെററിസ്റ്റിനെ ഓൾറെഡി ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. അത് ഇവരല്ല, ഈ ഗ്യാങ് അല്ല, പക്ഷെ വേറെ ഗ്രൂപ്പ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു 6-7 പേര് ആരൊക്കെയാണെന്നുള്ളതിനകത്ത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് കിട്ടും. അങ്ങനെ തന്നെയാണ് അതിന്റെ രീതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ടെററിസ്റ്റും കശ്മീരിൽ നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കാറില്ല. എല്ലാവരും അവിടെ ഔട്ട് ആവുന്ന ഒരു രീതിയാണ്. ഒരു ടൈം മാത്രമേ ഉള്ളൂ എപ്പോഴാണ് അവരുടെ ഇതെന്നുള്ളത്. അത് തീർച്ചയായിട്ടും കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ രാജു പിതാലിലേക്ക് ശ്രീനിവാസൻ, നമ്മൾ അതിശക്തമായ നയതന്ത്ര തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതിൽ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അവരെ എത്രത്തോളം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ ഇന്ന് അവർ വിദേശകാര്യമന്ത്രി പറയുന്നത്, ഞങ്ങളുടെ ജലത്തിൽ തൊട്ടാൽ അത് ജലയുദ്ധമായി കണക്കാക്കും, ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെയാണ്. ഷിംല കരാർ റദ്ദാക്കുക പോലെയുള്ള മണ്ടത്തരങ്ങളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. ഈ നയതന്ത്ര യുദ്ധം ഏത് എക്സ്റ്റന്റ് വരെ ഐക്യരാഷ്ട്രസഭയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യമൊക്കെ നമുക്കറിയാം. അങ്ങേയറ്റം വളരെ കഷ്ടമായ, വളരെ പരിതാപകരമായ പോയ ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും ഇനി ഈവൻ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം നിരാശാജനകമാണ് അവരുടെ സാഹചര്യം. നമുക്ക് ഏത് എക്സ്റ്റന്റിൽ എത്രത്തോളം അളവിൽ ആ നയതന്ത്ര യുദ്ധത്തിൽ കൂടെ പാകിസ്ഥാന് മുന്നിൽ അതിശക്തമായ പ്രതിരോധം ഉണ്ടാക്കാൻ കഴിയും? CTP ശ്രീനിവാസൻ. അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു പ്രിലിമിനറി റിയാക്ഷൻ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെയും തീരുമാനം. പക്ഷേ അതെപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ആ സ്റ്റേജിലാണ് അവരിപ്പോൾ. അപ്പോൾ ആദ്യം ഇവരെ ഭീകരരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അതുകൂടാതെ തന്നെ നമ്മുടെ ആളുകൾ അവിടെ പ്രവർത്തിച്ച് നോക്കുന്നു. അതുപോലെ ടൂറിസ്റ്റ് ധാരാളം നമുക്കറിയാം. നിങ്ങൾ തന്നെ പലരോടും സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നമ്മളിപ്പോഴും. പക്ഷേ പാകിസ്ഥാന് ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുവരെ ആ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ടെററിസം അവസാനിപ്പിക്കാതെ നമ്മൾ പാകിസ്ഥാനോട് ചർച്ചകൾ ചെയ്യുകയില്ല എന്നാണ് തീരുമാനം. അപ്പോൾ എവിടെയാണ് ഇവിടെ തുടങ്ങുക? ടെററിസം അവസാനിക്കുകയാണോ? നമ്മൾ നമ്മുടെ നയം മാറ്റുകയാണോ? ഇതൊക്കെയാണ് ഓപ്ഷൻസ് നമുക്കുള്ളത്. പക്ഷെ എന്തായാലും സമയമാകുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ സാധ്യമല്ല. കാരണം ഇല്ലെങ്കിൽ ഇത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ വഴിയിലേക്ക് തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ അതെത്ര കുറവ് ജീവത്യാഗം ഉണ്ടാവുകയും അതുപോലെ ഏറ്റവും കുറവായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ
ഒരു ഓപ്പറേഷൻ, ഒരു സർജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യേണ്ടി വരിക. അത് മാത്രമാണ് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിലേക്കായിരിക്കും നമ്മൾ നീങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. നയന്ത്ര, ഉറപ്പായും അത് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് റെസ്പോൺസ്, നീജർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ദ ഫസ്റ്റ് റെസ്പോൺസ് എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ടല്ല പറയാം, നമ്മൾ തുടക്കത്തിൽ പറയുന്നത് പോലെ അന്തരിച്ചവർക്ക്, മരിച്ചവർക്ക്, നിരപരാധികളായ കൊല്ലപ്പെട്ടവർക്ക് തൂക്കി മുൻപിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം അവർ ചെയ്ത കുറ്റമെന്താണ്? ഈ രാജ്യത്തിന്റെ പൗരന്മാരെ എന്ന് തെറ്റല്ലേ ചെയ്തുള്ളൂ. അങ്ങനെ വെടിയേറ്റ് വീണവർക്ക് നീതി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നീതി കിട്ടി എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതിനുള്ള മറുപടി സൈനിക മറുപടി തന്നെയാണ്. അപ്പോൾ സൈനിക മറുപടി എപ്പോഴുണ്ടാകുമെന്ന ആകാംക്ഷ, അത് പൂർണ്ണമായും പട്ടാളത്തിന്റെ, സൈന്യത്തിന്റെ പ്രോറോഗേറ്റീവാണ്.